ഹലോ! ഇന്ന് നമ്മൾ 3 പേരും കൂടി ഒരു ട്രിപ്പ് പോവാണേ. നമ്മൾ 3 പേര് മാത്രമല്ല, നമ്മുടെ അവിടെ അമ്പലത്തിൽ നിന്ന് വേറെ കുറേ പേരുണ്ട്. 2 ബസ്സിനുള്ള ആൾക്കാരുണ്ട്. ഇതാണ് നമ്മൾ പോണ ബസ്. പിന്നെ വേറൊരു ബസ് കൂടിയുണ്ട്. നമ്മളൊരു ശനിയാഴ്ച ഒരു രാത്രിയായപ്പോഴാണ് യാത്ര തുടങ്ങിയത്. നമ്മൾ യാത്ര തുടങ്ങി. ഞാൻ എൻ്റെ അടുത്ത് ചെറിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. രാത്രി പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം ഒരു വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തിരുവനന്തപുരം എത്തി. നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം ചെല്ലുന്നത് ആറ്റുകാലമ്മയുടെ നടയിലോട്ടാണ്. പിന്നെ അവിടെ ചെന്ന് എല്ലാവരും ഫ്രഷ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എല്ലാവരും ചെന്ന് ഫ്രഷായി അമ്മേനെ കാണാൻ വേണ്ടി കയറി. നല്ലോണം തൊഴുതു. നല്ല ദർശനം കിട്ടി. ഒത്തിരി സന്തോഷമായി. പിന്നെ നമുക്ക് ഈ അമ്പലങ്ങളെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു പീസ്ഫുൾ ഭയങ്കര സന്തോഷമുള്ളൊരു മൈൻഡാണ്. നല്ല വെളുപ്പാങ്കാല സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രത്യേക ഒരു രസമാണ്. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നതിന് മുന്നേ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ആയിട്ടാണ് നമ്മൾ സ്പീഡിൽ പോകുന്നതാണ്. ആൾക്കാരെല്ലാം പുറകെ വരണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും പിന്നെ ഭഗവാനെ കാണാൻ പോകുന്നതിൻ്റെ ഒരു ത്രില്ലും ഒക്കെ ആയിട്ട് ഓടി ചെന്നു. പിന്നെ കുറേ നേരം ക്യൂ നിൽക്കണമായിരുന്നു. എന്നാലും വേണ്ടില്ല, ഫുള്ള് നേരം ക്യൂ നിന്ന് നമ്മൾ ഭഗവാനെ നല്ലോണം തെറിച്ചിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ തിരിച്ചു പോകുന്നത്. അപ്പോൾ നല്ല വെയിലാണ്, ചെരുപ്പിട്ടിട്ടില്ല, അതാണ് തുള്ളിക്കൊണ്ട് ഓടണത്. അവിടെ നിന്ന് പിന്നെ പെട്ടെന്ന് ഓടി വന്നു. അവിടെ അമ്പലക്കുളത്തിൽ കുറച്ച് നേരം മീനിന് തീറ്റ കൊടുത്തു. അവിടെ അടുത്ത് കടകളിലേക്ക് തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് മീനിനൊക്കെ തീറ്റ കൊടുത്തു. കുറേ നേരം അമ്പലപരിസരത്ത് ചുറ്റിക്കറങ്ങി നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എനിക്കിങ്ങനെ അമ്പലപ്രദേശത്തൊക്കെ പോയാൽ അവിടെ തന്നെ ദൂരെ നേരം വെള്ളം നിൽക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്ലസൻറ്റ് മൈൻഡായിരിക്കും, നമുക്കൊരു ഫ്രഷ് മൈൻഡ് കിട്ടും. അവിടുന്ന് പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് പഴവങ്ങാട് ക്ഷേത്രത്തിലേക്കാണ്. അവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, പത്മനാഭൻ്റെ അടുത്തുനിന്നും കുറച്ച് ദൂരമുള്ളൂ, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. പിന്നെ എല്ലാവരും ഒന്നും വന്നില്ല. കുറേ അമ്മമാരൊക്കെ ആദ്യമേ മടുത്തു പോയായിരുന്നു. കുറേ നേരം നടക്കുകയും ക്യൂ നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് നേരം മടുത്തു പോയി. അപ്പോൾ നമ്മൾ കുറച്ച് പേരേ പോകുന്നുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോയി ഗണപതിക്ക് തേങ്ങ അടച്ചു. പിന്നെ നെയ്പ്പായസം വാങ്ങി. അവിടെ നിന്ന് നല്ല ടേസ്റ്റാണ് അവിടുത്തെ നെയ്പ്പായസത്തിന്. അവിടുന്ന് പിന്നെ നമ്മൾ ഇറങ്ങി നല്ലോണം തൊഴുതു. ബാക്കിയുള്ളവർ കുറച്ച് പേരും കൂടെ വരാനുണ്ടായിരുന്നു, അവരെയൊക്കെ നോക്കി നിന്ന് അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ മൃഗശാലയിലോട്ടാണ് വന്നത്. നമ്മൾ രാവിലെ തന്നെ ദർശനം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വേറെ ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സൂവിൽ പോയി. സൂവിൽ കുറേ നേരം ചുറ്റിക്കറങ്ങി നടന്നു. കുറേ നേരം അവിടെ ഇരുന്നു. നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കോഫി വാങ്ങിച്ചു കുടിച്ച് വീണ്ടും അതിൽ നടന്നു. നല്ല വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നും കാഴ്ചയൊക്കെ കണ്ടു വീണ്ടും എണീറ്റ് നടന്നും അങ്ങനെയൊക്കെയാണ് അത്രയും നേരം നമ്മൾ കഴിച്ചു കൂട്ടിയത്. പിന്നെ നമ്മൾ 3 പേരും വന്നായിരുന്നു. പക്ഷേ സച്ചു മാത്രം ഫ്രണ്ട്സിൻ്റെ കൂടെ പോയതുകൊണ്ട് ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസൊന്നും കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പാട്ടൊക്കെ പാടി അതിൽ നടന്നു. പിന്നെ കുറേ നേരം മുള്ളം പന്നി, പിന്നെ ഈ പാമ്പ്, അയ്യോ അതിനകത്ത് വലിയ അനാക്കൊണ്ടയൊക്കെ ഉണ്ട്. ഫോൺ അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല, വീഡിയോ എടുത്തുകൊണ്ട് പോരായിരുന്നു. പിന്നെ നമ്മൾ കോവളം ബീച്ചിൽ പോയിട്ട് നല്ലൊരു സൺസെറ്റ് കണ്ടു. ഒരുപാട് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞാൻ എപ്പോഴും ബീച്ചിൽ പോയാൽ തിരഞ്ഞു പിടിച്ച് കഴിക്കുന്ന ഒരു സാധനമാണ് ഇത്. അവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോന്നു. പിറ്റേ ദിവസം വെളുപ്പിനായപ്പോഴത്തേക്കും വീട്ടിൽ വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.